അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റജബ് മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റജബ് മാസത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നോമ്പെടുക്കാനും ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. റജബ് മാസം എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനേകം പവിത്രതയുള്ള ഒരു മാസമാണ്. അതിൻ്റെ 1 മുതൽക്ക് അവസാനം വരെ വലിയ മാഹാത്മ്യം കൽപ്പിക്കേണ്ട ഒരു മാസമാണെന്ന് മാത്രമല്ല, റജബിൻ്റെ ഓരോരോ ദിവസങ്ങൾ കൂടുന്തോറും അതിൻ്റെ പ്രതിഫലങ്ങൾ കൂടിക്കൂടി വരുന്നു എന്നതാണ്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മാസം ഷഅബാൻ, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മാസം റമളാൻ. അപ്പോൾ ഈ ഷഅബാനിലും ഈ റമളാനിലേക്കൊക്കെ നമ്മുടെ ആരാധനകൾ നല്ല രൂപത്തിൽ ഭംഗിപ്പെടുത്താൻ ഈ റജബ് മാസം സഹായകമാകും എന്ന് വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് റജബ് മാസത്തിൽ തന്നെ തുടങ്ങണം. നമ്മൾ സ്വാഭാവികമായിട്ടും റമളാൻ മാസം വരുമ്പം റമളാൻ മാസത്തെ വരവേൽക്കും, അതുപോലെ തന്നെ റമളാനിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ സടകുടഞ്ഞുകൊണ്ട് റമളാൻ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കും. പക്ഷേങ്കിൽ അതൊക്കെ ഒരു 1-ാമത്തെ 10 ആകുമ്പോഴേക്കും അങ്ങനെ പൊലിഞ്ഞ് ഇങ്ങനെ പിന്നെ കൊഴിഞ്ഞു പോകുന്ന ചിലപ്പോൾ സമ്പ്രദായം കാണുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ മുന്നോടിയായിക്കൊണ്ട് തന്നെ റജബിലെ തുടങ്ങണം എന്നതാണ് മഹാന്മാർ പറയുന്നത്. റജബ് അതിന് ഏറ്റവും കൂടുതൽ സഹായകമാകും എന്നുള്ളത്. ഇപ്പോൾ മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹംബലി മദ്ഹബിലെ വലിയ പണ്ഡിതരും അതുപോലെ തന്നെ 7-ാം നൂറ്റാണ്ടിൽ വലിയ മഹാനുമൊക്കെ ആയിരുന്നു ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ പലപ്പോഴും ഈ പറയുന്ന ഇബ്നു റജബിനെ ഉദ്ധരിക്കാറുണ്ട്. അവിടുത്തെ ലതായിഫുൽ മആരിഫ് എന്ന് പറയുന്ന കിതാബും ഉദ്ധരിക്കാറുണ്ട്. മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫുൽ മആരിഫ് നല്ല കിതാബ. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ ഇതിനെ പറ്റിയിട്ട് നല്ലവണ്ണം ക്രോഡീകരിച്ച് അതിൻ്റെ മഹിമ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു കിതാബാണ് ലതായിഫുൽ മആരിഫ് എന്നതിനെ പറ്റിയിട്ട് പണ്ഡിത ലോകം പറയുന്നുണ്ട്. ഈ പറയുന്ന കിതാബിന്റെ 234-ാമത്തെ പേജിൽ പറയുന്നത് എന്താ? ഷഹ്റു റജബിൻ. റജബ് മാസം എന്ന് പറയുമ്പോൾ മിഫ്താഹു അശ്ഹരിൽ ഖൈരി വൽ ബറക്കത്തി. റജബ് മാസം എന്ന് പറയുമ്പോൾ തന്നെ ബറക്കത്തും ഖൈറുകളും ഒക്കെ അതിൻ്റെ ഒക്കെ താക്കോലാകുന്ന ഒരു മാസമാണ് ഈ റജബ് എന്ന് പറയുന്നത്. മാത്രമല്ല, കാല അബൂബക്കറിൽ വറാഖുൽ ബൽഖിയു റഹിമഹുല്ല പറയുന്നുണ്ട്, ഷഹ്റു റജബിൻ ഷഹ്റു സർഇ, കൃഷിയിടത്തിൻ്റെ മാസമാണ് ഈ പറയുന്ന റജബ് എന്ന് പറയുമ്പം. അപ്പം റജബിലെ തുടങ്ങണം കൃഷിയുടെ തുടക്കം. അപ്പം വിത്ത് പാകേണ്ട ഒരു മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. വിത്ത് പാകേണ്ട, നമുക്കിപ്പോൾ ഒരു ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ആദ്യം അതിൻ്റെതായ രൂപത്തിൽ ആ ഭൂമിയെ ആക്കിയെടുത്തിട്ട് പിന്നെ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് വിത്ത് പാകുക എന്നുള്ളത്. അപ്പം അങ്ങനെ പാകിയാലേ അത് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കൃഷിയുടെ മാസമാണ് ഈ പറയുന്ന റജബ് എന്ന് പറയുന്നത്. ഷഹ്റു ഷഅബാൻ മാസം എന്ന് പറയുമ്പം ഷഹ്റു സഖീൽ ലിസ്സർഇ, നമ്മൾ നട്ടു വളർത്തിയ കൃഷിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, അതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത്. ഷഹ്റു റമളാന ഷഹ്റു സാദിൽ സിർഇ, കൃഷിയൊക്കെ കൊയ്തെടുക്കുന്ന മാസമാണ് റമളാൻ. അപ്പൊ റമളാൻ മാസം കൊയ്തെടുക്കുന്ന മാസമാണ് എന്ന് പറയുമ്പോൾ കൊയ്യണമെങ്കിൽ അതിൻ്റെ മുമ്പ് വിത്ത് പാകണ്ടയോ, അതിൻ്റെ ശേഷം വെള്ളമൊക്കെ നനച്ചുകൊണ്ട് അതിനെ പുഷ്ടിപ്പെടുത്തണ്ടയോ, അപ്പോഴല്ലേ കൃഷിയായി കിട്ടുകയുള്ളൂ എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടതാണ്. അപ്പൊ റമളാൻ മാസത്തിൽ ഒരുങ്ങുക എന്ന് പോരാ, അതിൻ്റെ മുമ്പ് തന്നെ ഒരുങ്ങി പോരണം. അപ്പൊ റജബ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ന് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഇനി മഹാനവർ തുറന്നുകൊണ്ട് പറയുകയാണ്, മസലു ഷഹരി റജബിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് മസലുർ റീഹി, അതൊരു കാറ്റ് പോലെയാണ്.
മസലു ഷാബാൻ, ഷാബാന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മസലുൽ ഗൈം, മേഘം പോലെയാണ്. അപ്പൊ കാറ്റ് വന്നു, മേഘത്തെ കൊണ്ടുപോയി. സാധാരണ മേഘത്തെ എങ്ങനെ കൊണ്ടുപോകുന്ന കാറ്റാണ്. അപ്പൊ ഈ കാറ്റിൽ ഈ മേഘം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നെ അത് അവസാനം മഴയായിട്ട് പെയ്തിറങ്ങലല്ലേ. മസലു റമദാൻ മസലുൽ മത്തർ. ഉണ്ടോ, റമദാൻ മാസം എന്ന് പറയുമ്പം അതെന്താണ്, മഴ അങ്ങനെ പെയ്യുന്ന ഒരു മാസമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ തുടക്കം റജബിലേ തുടങ്ങുന്നുണ്ട് എന്നതാണ് ഇതുകൊണ്ടൊക്കെ കുറിക്കുന്നത്. അപ്പൊ റജബ് മാസത്തിൽ തന്നെ നമ്മൾ ഗൗനിക്കണം. റജബിനെ നമ്മൾ കാര്യമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കാര്യമായിട്ട് എടുക്കുക വേണം എന്നാണ് ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു ലതായിഫുൽ മആരിഫിൽ പറയുന്നത്. എന്നാൽ ഇതേ രൂപത്തിൽ തന്നെ നമ്മളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പാപങ്ങളെ കൊണ്ട് നമ്മൾ നിറഞ്ഞ കൽബുമായിട്ട് നിൽക്കുമ്പം നമ്മളെ ഏടിലൊക്കെ പാപങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും മലക്കുകൾ. അപ്പൊ അതിനെ വെളുപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനെ വെളുപ്പിച്ചെടുക്കേണ്ട മാസവും കൂടെയാണ് റജബ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ യൂസുഫ് ഹസൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മആരിഫുൽ അൻആം എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. മഹാനവരുടെ ഈ കിതാബിന്റെ 96-ാമത്തെ പേജിൽ പറയാണ്, ബയ്യിദ് സഹീഫതക സൗദാഅ ഫീ റജബിൻ ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. എത്ര സുന്ദരമായ രൂപത്തിലാണ് മഹാനവറുകൾ അത് നമുക്ക് പറഞ്ഞിരുന്നല്ലോ. ബയ്യിദ് സഹീഫതക സൗദാഅ, നിന്റെ കറുത്തുപോയ വീടുകളൊക്കെ ഇല്ലേ, അതിനൊക്കെ നീ വെളുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഫീ റജബിൻ, റജബ് മാസത്തിൽ. എങ്ങനെ? ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. അപ്പൊ നല്ല നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ സൽക്രമങ്ങളും സുഹൃതങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് റജബ് മാസം എന്ന് പറയുന്ന മാസത്തിലെ നമ്മൾ എന്താകണം, നമ്മുടെ കറുത്തുപോയ ഏടുകളെയൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഒന്ന് ആരാധനയിൽ മുഴുകേണ്ടതുണ്ട്, കാര്യമായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയും ധാരാളം ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കൻസുൻ നജ്ജാ വസുറൂർ എന്ന് പറയുന്ന കിതാബിനകത്തും വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റജമാസം എന്ന് പറയുമ്പം വലിയ പോരിശയുള്ള മാസമാണ്. അതുപോലെ തന്നെ ആരാധനയ്ക്ക് പവിത്രതയുണ്ടെന്ന് മാത്രമല്ല ഇതിന് 136-ാമത്തെ പേജിൽ പറയുന്നു, അന്ന റജബൻ ഷഹുറുൻ ഫളീലുൻ, ധാരാളം ഫളലുകളുള്ള ഒരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. വൽ ഇബാദത്തു ഫീഹി ലഹാ അജ്റുൻ ജലീൽ, വലിയ മഹത്വങ്ങൾ അതിലെ ആരാധനക്കുണ്ട്, വലിയ പ്രതിഫലമുണ്ട്, വണ്ണമായ പ്രതിഫലങ്ങളും റജബ് മാസത്തിന് കൊണ്ട്. ഖുശൂസൻ, പ്രത്യേകിച്ച് അസ്സൗമു ഫീഹി വൽ ഇസ്തിഗ്ഫാർ, നോമ്പെടുക്കുക, പാപങ്ങൾ പൊറുക്കലിനെ തേടുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സുഹൃതങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. തൗബത്തു മിനൽ ഔസാരി, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്കൊക്കെ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് മടങ്ങുക, ഇങ്ങനെ തുടങ്ങിയിട്ട് വഫി അവ്വലി ലൈലത്തിൻ മിൻഹു യുസ്തജാബു ദുആഉ ഫയുസ്തഹബ്ബു, റജബ് 1-ന്റെ അന്ന് തന്നെ ദുആക്ക് ഇജാബത്തുള്ള രാത്രിയൊക്കെയാണ്. അതുകൊണ്ട് അതിലൊക്കെ നിങ്ങൾ ധാരാളമായി കൊണ്ട് ചെയ്തു പോരണം സൽക്കർമ്മങ്ങളൊക്കെ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല വഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റജബ് ഷഹരിൻ അൽ ഇസ്തിഗ്ഫാർ, ഈ പറയുന്ന റജബ് മാസം എന്ന് പറയുമ്പം അത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ധാരാളം പാപങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ട മാസവും ആണ് എന്ന് വ്യക്തമായിക്കൊണ്ട് കൻസുൻ നജ്ജാഹ് എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇമാം ദിമ്യാത്തി റളിയല്ലാഹു അൻഹു നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ, നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിന്റെ രണ്ടാം വാള്യം, ഇതിനകത്തും ഇതിനെപ്പറ്റി ധാരാളം പറയുന്നുണ്ട്. റജബ്, ഇതിന്റെ 390-ാമത്തെ പേജിൽ വഅമ്മാ റജബൻ ഫലി അന്നഹു ഷഹറുല്ലാഹിൽ അസബ്ബു. ഉണ്ടോ, അസബ്ബു എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ചൊരിച്ചിങ്ങോട്ട് തരും. എന്താണ് ഈ ചൊരിക്കുന്നത് എന്ന്? യാനി അഷ്ഹറല്ലദീ തുസബ്ബു ഫീഹിൽ ബറകത്തു വറഹ്മത്തു, അല്ലാഹു തആല ബറകത്തും റഹ്മത്തും ധാരാളമായി ചൊരിക്കുന്ന മാസമാണ്. അതുകൊണ്ടാണ് ഷഹറുല്ലാഹിൽ അസബ്ബു എന്ന് പറയാൻ കാരണം. കിനായത്തിന് ഇതൊരു കിനായിയായ ഒരു പദാണ്. അൻ കസറത്തി ഇഹ്സാനില്ലാഹി തആല വ മഗ്ഫിറതിഹി ലിഇബാദിഹി ഫീഹി, ഈ ഒരു മാസത്തിൽ അല്ലാഹുവിലേക്ക് അടിമ അടുക്കുക, പാപങ്ങൾ മുഴുവനും ഏറ്റുപറയുക, അതുപോലെ തന്നെ തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്തു കൂട്ടി ഒരുപാട് പാപങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതൊക്കെ അല്ലാഹുവിനോട് ഏറ്റുപറയുക, അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ കാര്യമായിട്ട് നിൽക്കേണ്ടത്. ഇത് പറയുമ്പോൾ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പാപങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാകും, നമ്മൾ തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഇനി ഈ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യണ്ട എന്നല്ല, ഷെയർ ചെയ്യണം, മറ്റുള്ളവരോട് പറയണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു?
അതാദ്യം ചിന്തിക്കണം. നമ്മൾ ഏത് പോസ്റ്റിലാണുള്ളത്? നമ്മൾ പാപങ്ങളൊക്കെ ശുദ്ധിയായവരാണോ? നമ്മൾ എല്ലാ പാപത്തെ തൊട്ടും ശുദ്ധിയായവരാണോ? മറ്റുള്ളവർക്ക് അത് കേട്ടു നോക്ക്, ഇത് നീ ചെയ്തു നോക്ക്, ഇത് അങ്ങനെ ചെയ്തു നോക്ക്, നീ ഇതിങ്ങനെ കേട്ടു നോക്ക്, മറ്റുള്ളവരോട് ഇങ്ങനെ കീർത്തിച്ചാൽ മതിയോ? നമ്മളൊന്ന് നന്നാവണ്ടയോ? നമ്മളാദ്യം നന്നാവണ്ടേ? എങ്ങട്ടല്ലേ മറ്റുള്ളവരോട് ഈ പറയുന്നത്? ഞാനടക്കം ആദ്യം ഇത് ഉൾക്കൊള്ളണം, ഞാനടക്കം ഇത് ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ മുന്നേറാൻ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മളൊന്ന് എന്ത് ചെയ്യുക? ആദ്യം വിലയിരുത്തുക. എനിക്കെത്ര പാപങ്ങളുണ്ട്, ഞാനെത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാനെത്ര അരുതായ്മകൾ ചെയ്തിട്ടുണ്ട്, ഞാനെത്ര നന്ദികേടുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ എത്രയോ നന്ദി കുറവുകൾ കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പലതായ രൂപങ്ങളും നമ്മൾ നന്നാവേണ്ടതുണ്ട്. എന്നിട്ട് മറ്റുള്ളവരിലേക്കും കൊടുക്കുക. ഇതൊന്ന് കേട്ടോക്ക്, ഇതിൽ നല്ല കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായി? നമ്മൾ പഠിക്കലുമായി നമ്മുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തലുമായി മറ്റുള്ളവരോട് പകർത്താൻ വേണ്ടി പറയലും ആകുമ്പം അൽഹംദുലില്ലാ അത് വല്ലാത്ത നേട്ടമാകും. ഇത് മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇത്തിഹാഫ് അഹ്ലുൽ ഇസ്ലാം എന്ന് പറയുന്ന നല്ല കിതാബ് ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ മഹാനവറുകളും ഈ കിതാബിനകത്ത് റജബ് മാസം കൃഷിയിടത്തിന്റെ മാസം തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 357 പേജിൽ വഹുവ ശഹ്റു സർഇ, കൃഷിയിടത്തിന്റെ മാസം തന്നെയാണ് റജബ് എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇബ്നു ഹജറിനെ പോലത്തവരൊക്കെ പറയാന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആവേശം തന്നെയാണ്. കാരണം ഷാഫി മദ്ഹബിലെ ആധികാരിക മുഫ്തിയാണ് മഹാനവറുകളൊക്കെ. എന്നാൽ തസൗഫിന്റെ ലോകത്തിന്റെ മഹാവലിയ പണ്ഡിതരും സൂഫിയരും എന്ന് ലോകം മൊത്തം വാഴ്ത്തപ്പെടുന്ന മഹാനായ ഗസാലി ഇമാം നമുക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട് സുൽവത്തുൽ ആരിഫീൻ എന്ന് പറയുന്ന കിതാബിൽ. അത് വല്ലാത്തൊരു ഉപദേശമാണ്. സുൽവത്തുൽ ആരിഫീൻ എന്ന് പറയുന്ന കിതാബിന്റെ 1-ാം വാള്യം ഇതിന്റെ 252 പേജിൽ പറയണ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, ഇദാ അറത്തുമുർ റാഹത ഇൻദൽ മൗത്ത് വൽ ഖുറൂജ് മിനദ് ദുനിയാ മഅൽ ഈമാനി വൻ നജാത്തി, നിങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ദുനിയാവെന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? വെറുതെ ഫുദൂലാത്തും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊക്കെ പൈചാരിയിട്ട്, അതുപോലെ തന്നെ ഓരോരുത്തർ തെറ്റും കുറ്റും കുറവുകളും മാത്രം കണ്ടുകൊണ്ട് അവനാൻ്റേത് കാണാതെ ഇങ്ങനെ പറഞ്ഞു കൊടുന്നുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ഈ ദുനിയാവെന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അതുപോലെ തന്നെ ശൈത്താനെ തൊട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണോ? എന്നാൽ ഫഹ്തറമു ഹാദ ഷഹർ, ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണം. എങ്ങനെ? ബികസറത്തി സിയാം, നോമ്പുകൾ പെരുപ്പിച്ചുകൊണ്ട്, നോമ്പുകൾ ധാരാളം ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടൊക്കെ ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് വളരെ നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടെ നമുക്ക് യാത്രയാകാൻ പറ്റുമെന്ന് മഹാനായ ഗസാലി ഇമാം പറയുമ്പം ആദ്യം നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ ഏത് പോസ്റ്റിലുള്ളത്? നമ്മുടെ കുറവുകൾ എത്രയുണ്ട്? നമ്മൾ എങ്ങനെയാണ്? എല്ലാ കുറ്റങ്ങളും തെറ്റുകളും എന്നെ തൊട്ടൊക്കെ നമ്മൾ മുക്തരാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആദ്യം നമ്മൾ തിരുത്തിയിട്ട് മറ്റുള്ളവരോടും തിരുത്താൻ വേണ്ടി പറയുമ്പം അത് വല്ലാത്തൊരു അമലായി മാറും, വല്ലാത്തൊരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തണം. അങ്ങോട്ട് അന്യോന്യം പരസ്പരം ദുആയിൽ പെടുത്തണം. എല്ലാ മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി നമ്മളും ദുആയിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.